അങ്ങനെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് നാളെ ശ്രീകുട്ടൻ സ്കൂളിൽ പോട്ടോ. അതിന് മുന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളും ശ്രീകുട്ടൻ്റെ ഒപ്പമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഓണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു ഓണം കഴിഞ്ഞ ഫീൽ കിട്ടിയത്. ഇന്നലെ വരെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മ പറയുന്നത് വീട്ടിൽ ചെന്നപ്പോൾ ഇന്നലെ കാലത്ത് അച്ഛൻ പോയിട്ടോ, അച്ഛന് പണിയുണ്ടായിരുന്നു. അമ്മ ഇന്നലെ വൈകുന്നേരമാണ് പോയത്. അപ്പൊ ഇന്ന് കാലത്ത് ഞാൻ അമ്മനെ വിളിച്ചപ്പോ അമ്മ പറയണേ എന്റെ കിടക്കയും കട്ടിലൊക്കെ ചെതല് പിടിച്ചു പോയി ഉണ്ണിയെന്ന്. അപ്പൊ എനിക്ക് പാവം തോന്നിട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം മാറി നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല അച്ഛനമ്മയ്ക്ക്. ഇതിപ്പോ കുറെ ദിവസമായിട്ട് ചേച്ചിയുടെ വീട്ടിലും പിന്നെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനേ സമയം കിട്ടിയിട്ടില്ല. കൊണ്ടുവന്നാക്കിയത് വൈകുന്നേരാ. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണ അമ്മയെന്നൊക്കെ ചോദിച്ചാൽ ആൾ സമ്മതിക്കൂല. എൻ്റെ ആ വേഷന്റെ ബാക്കി വേഷനാണല്ലോ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, തന്നെ ചെയ്യുന്നതാണ് ആൾക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വൈകുന്നേരം കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്ര ദിവസം അടുക്കളയിൽ അമ്മയുടെ സാമീപ്യം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു പുതുവർഷം ആണ്. ചെടികളുടെ ഇടയിലേക്കൊക്കെ നമ്മൾ കടക്കുന്നത് അപ്പോഴാണ്. പിന്നെ അങ്ങോട്ട് പൂക്കാലല്ലേ, അപ്പൊ നമുക്ക് നമ്മളെ എന്താ പറയാ കൂമ്പാരിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്ത് നടലും അത് പിടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പണികളുണ്ട്. അമ്മ അടുക്കളയിൽ ഇല്ലാത്ത കാരണം തന്നെ അമ്മേനെ മിസ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഞാൻ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസാന്ന് വിചാരിച്ചിട്ടുണ്ട്. ബോഗൺവില്ലയൊക്കെ നമ്മൾ ഇപ്പൊ വെട്ടി കുത്തി ചോളിട്ട് കൊടുത്താലാണ് നമ്മുടെ നവംബർ ഡിസംബർ സമയമാകുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിന്ന് കുറച്ച് ചെടി വർക്കുകളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ കാലത്ത് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കറി വെച്ച് സെറ്റായിട്ട് നല്ല വെയിൽ. എനിക്ക് വെയിലത്ത് പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചൂട് പ്രശ്നമല്ല, എനിക്ക് തണുപ്പാണ് പ്രശ്നം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്നാലും ഒരുപാട് വെയിൽ വന്ന് നമ്മൾ ടാൻ അടിച്ച് ഒരു പരുവാവുന്നേക്കാൾ മുന്നേ പിന്നെ ഭാഗ്യൻ്റെ ചിത്തക്കും. അപ്പോൾ വല്ല അസുഖം വന്നാൽ ആ മനുഷ്യനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാവും കേട്ടോ. അപ്പോൾ ഭാഗ്യനുണ്ട് നമുക്കിന്ന്. അപ്പോൾ നമുക്ക് ചാണകമൊക്കെ കൊണ്ടുവന്ന് തരും ഭാഗ്യൻ. അപ്പോൾ ചാണകവും എല്ലോടിയും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബൊഗൈൻവില്ലേനെ സെറ്റാക്കുക. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അമ്മയില്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അവർ പിന്നെ പോകുമ്പോഴേ 2 ദിവസം പിടിക്കും ആ ഒരു സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ കുറച്ച് റിലാക്സ് മൈൻഡ് ആവാനായിട്ട് നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഈ കാട്ടിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്ന ആ മുറ്റം ഒന്നും കൂടി അടിച്ചു വരാമെന്ന്. അവിടെ അങ്ങതെ തെങ്ങുമ്മ ആരോ പണിയുന്നുണ്ട്, തെങ്ങ് കയറാൻ ആള് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാടുപോലെ കിടന്നിരുന്ന വീടിന്റെ മുറ്റം അച്ഛനും അമ്മയും കൂടിയിട്ടാണ് നാടുപോലെ ആക്കി തന്നത് കേട്ടോ. അതിഗംഭീരമായ രീതിയിൽ ഒരു മേക്ക് ഓവർ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചാനലിലെ വിശേഷങ്ങൾ കാണാം. പല ആംഗിളിൽ നിന്നും നമ്മൾ മുറ്റം വൃത്തിയാക്കിയത് കണ്ടുല്ലോ. ഏത് ആംഗിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ മുറ്റടിക്കുന്നതോടൊപ്പം തന്നെ, അതായത് മലയാളികൾക്ക് എല്ലാവർക്കും മുറ്റടിക്കുന്ന ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക്കും എന്തോ അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് എനിക്ക് അടുക്കളയിൽ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് കേട്ടോ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടി ഇന്നലെ ഭാഗ്യൻ ചെമ്മീൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യന് അലർജിയാ. അപ്പം മേത്തൊക്കെ ഇങ്ങനെ തടിച്ച് ചൊറിയാമ്പുഴു ഇഴഞ്ഞ പോലെ ഒരു ഫീൽ വരും. അപ്പം ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മുടെ കല്ലുപ്പ് പൊടിക്കും. പൊടിയുപ്പ് ഇടാൻ പാടില്ല, കല്ലുപ്പ് പൊടിച്ച് അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടാറുമ്പോൾ മേത്തൊക്കെ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കും. നമ്മുടെ രോമകൂപങ്ങളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വണ്ണം നമ്മൾ തേച്ച് പിടിപ്പിക്കും. അതാണ് ഭാഗ്യൻ്റെ ചൊറിച്ചിൽ മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇന്ന് കടുകിടാത്ത ഉപ്പുമാവാണ് ഭാഗ്യൻ്റെ സ്പെഷ്യൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യന് കടുകും അലർജിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്യിലാണ് നമ്മുടെ സവോളയും പച്ചമുളകും വേപ്പിൻ്റെ എല്ലൊക്കെ വഴറ്റിയെടുക്കുന്നത്. നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റവ വറുത്തെടുത്തതും. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. കുറച്ചധികം വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. നമ്മുടെ മൈദേനേക്കാളും വിട്ടിട്ട് 1.5 കപ്പ് കൂടുതൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ഉപ്പുമാവും ഒക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്. ചോറും കറികളൊന്നും വലിയ കാര്യമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അമ്മ എല്ലാം സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ടും കൂടെ അമ്മേനെ ഇത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നും എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ച്
കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ അതാ ഇതുപോലെയാവും. പിന്നെ ഒന്ന് അടച്ചു വെച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല അങ്ങനെ എന്താ പറയുക നല്ല രസമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിന്ന് കുറച്ച് മുട്ട പുഴുങ്ങുന്നുണ്ട്. മുട്ട പുഴുങ്ങിയതും ഉപ്പുമാവും മാത്രം ആക്കാനാന്ന് വിചാരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബൊഗൈൻ വില്ലകളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇപ്പം സെറ്റാക്കിയില്ലെങ്കിൽ വൈകും അത്ര. ഇനി പൂക്കൾ ഉണ്ടാവുന്ന സമയമാകുമ്പോഴേക്കും അത് മേലെയൊന്നും വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പിന്നെ നല്ല കരുത്തുള്ള പൂക്കളും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ഉപ്പുമാവും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കുറച്ച് ദിവസം മുന്നേ ചേച്ചിയുടെ കൂടെ നമ്മൾ നെസ്റ്റോയിൽ പോയപ്പോൾ മേടിച്ചതാണ് ഈ ഒരു ഐറ്റം, നമ്മുടെ ബാമ്പുവിൻ്റെ ക്രഷർ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം അങ്ങനെ എടുത്ത് വെച്ച് ഒരു അയലക്കത്ത് അങ്ങോട്ട് ഇരിക്കുവാള്. മറക്കും ഞാൻ ആളെ കുറിച്ച്. ഇന്ന് ഭാഗ്യത്തിന് മുട്ട പുഴുങ്ങിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ വെതറാൻ വേണ്ടിയിട്ടേ, കുരുമുളക് വെതറാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇവനെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതായിരിക്കും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സംഭവം കിടുവാണ്, വർക്കാവുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല പാല് ചായ, അതോടൊപ്പം തന്നെ ഭാഗ്യൻ്റെ വക ഹെൽത്ത് കൂട്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൂർത്തിയായി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഭാഗ്യന് എങ്ങനെയാണ് കേട്ടോ ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ വേണം. പിന്നെ ഞങ്ങളുടെ കുണു എന്നുള്ള വർത്താനം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിക്കുകയാണ് കുട്ടികളെ. ഇനി നമുക്കൊരു സ്ഥലം വരെ പോവാട്ടോ. ഞാൻ എവിടെയാ നോക്കണേ? ഞങ്ങള് നമ്മുടെ താഴത്തെ പറക്കേക്ക് ചാണകം എടുക്കാൻ താഴെപ്പറമ്പിലേക്ക് പോവാ. നമ്മള് അവിടെ കുറച്ച് ചാണകപ്പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കുറെ നാൾ മുമ്പ് നമ്മുടെ ഇവിടുത്തെ തന്നെ പശുവിന്റെ ചാണകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അയൽവാസിയുടെ. അത് അവിടെ ഷെഡിലാണ് കിടക്കണേ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് എടുക്കണം. പിന്നെ അവിടെ ഇങ്ങനെ പാഴ് മുളയ്ക്കാന്ന് പറയും, കുറച്ച് ഇളവൻ ഒക്കെ മുളച്ച് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പോയി ഇപ്പൊ 4-5 കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇന്ന് ചെല്ലുമ്പോ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ല എപ്പോഴും ആൾക്കാർ പാസ് ചെയ്യണാണേ, ചിലപ്പോൾ ഓടിച്ചോണ്ട് പോയിട്ടുണ്ടോ കറി വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശ്രീക്കൊരാഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടെ അതൊന്നല്ല, ഞാൻ കൊറേ ദിവസമായി ആ പറമ്പ് കണ്ടിട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മുടെ പടവലവും കുമ്പളവും മത്തനും ഒക്കെ പാഴ് മുഴച്ച സ്ഥലം. അവിടെയൊക്കെയാണ് നമ്മൾ പോണത് കേട്ടോ. പോകുന്ന വഴിക്ക് ഇനിയിപ്പോ നമ്മുടെ വാഴ നടുന്ന കാലഘട്ടമാണ് വരുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ രാധേട്ടൻ ദേ വാഴക്കന്നൊക്കെ ഒതുക്കി വെക്കുന്ന തിരക്കില്ല. പറമ്പിലെത്തി. നമ്മൾ 2 സെക്ഷനായിട്ടാണ് ഈ പറമ്പിൽ വാഴ വെക്കണത്. കാരണം ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ വെട്ടി പോയിട്ട് പടവലൊക്കെ ഇട്ടായിരുന്ന സ്ഥലം, പിന്നെ അപ്പുറത്താണ് വാഴ നിന്നായിരുന്നു. അപ്പോൾ ആ വാഴയുടെ സെക്ഷൻ ഇനിയിപ്പോൾ റെഡിയാക്കിയിട്ടൊന്ന് അടുത്ത ആഴ്ചയിൽ വെക്കണം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് 1 മാസം ആയ വാഴയാണ് കേട്ടോ. ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ഈ വാഴ വെച്ചത്. ഓഗസ്റ്റ് 22-ാം തീയതി വാഴ വെച്ചു. അതിൻ്റെ ഇടയിൽ പയറിട്ടു. അപ്പോൾ കറക്റ്റ് 1 മാസം നാളത്തേക്കല്ല പയറിട്ടിട്ട് കുറച്ച് ദിവസം വാഴ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടാ പയറിട്ടെ 2-3 ദിവസത്തെ വ്യത്യാസമുള്ളൂ. പക്ഷെ പയർ ഇത്രയായി. ഇനി പയർ റൈസോബിയം ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പയർ കിട്ടുമ്പോൾ നല്ല കുറ്റിപ്പയർ എന്തൊരു ടേസ്റ്റാന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ അതിലാണ് വരുന്നുണ്ട്. അത് നമ്മള് കടയിലും കൊണ്ടുവയ്ക്കും, പിന്നെ നമ്മൾ ഇവിടെ എല്ലാവരും എടുക്കും. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ചെയ്യണത് വേറെ ഇത്തിരിയും കൂടെ സാധാരണഗതിയിൽ നിന്നും വിട്ടിട്ട് ഒരു കുറച്ചും കൂടെ താഴ്ത്തിയിട്ടാണ് കാന കയറിയിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു കൃഷി രീതിയാണ്. മുമ്പ് ആണിയും തടൊക്കെ എടുക്കുക, അങ്ങനത്തെ ചിലവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം. കാരണം ഇത്തിരി താത്തി കാന കയറിയിട്ട് സൈഡ് കുറേശ്ശെ വളരുന്നതിനനുസരിച്ച് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് നനയ്ക്കാനൊക്കെ സുഖമായിരിക്കും. ഇങ്ങനെ ആണിയും തടെടുക്കുക അങ്ങനത്തെ പണികളൊന്നും ആവശ്യം വരില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ. കുറച്ച് വാഴയുടെ മേളിലേക്ക് വെച്ച് അത് ഈ കന്ന് വെക്കുമ്പോഴേ പാഴ് പോയിട്ടുണ്ടെങ്കിൽ, അതായത് കേടായി പോയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു വെക്കുക. അപ്പൊ ഒരേ പ്രായം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടി ഒരു 10 വാഴയുടെ കന്ന് നമ്മളങ്ങനെ ഐഡിയാണ്. കൃഷിയിൽ പുതിയ രീതികൾ കണ്ടുപിടിക്കലാണ് ഭാഗ്യന്റെ ഏറ്റവും വലിയ ജോലി. ഇപ്പോ നാളെ നമുക്ക് പണിക്കാരുണ്ട്. അവര് ഈ സൈഡ് അരിഞ്ഞ് ഇപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടിയും ആട്ടും കാഷ്ടാണ് ഇടാന്ന് വിചാരിക്കുന്നത്. അതിട്ടിട്ട് ചെറുതായിട്ട് മണ്ണ് ഇറക്കി കൊടുക്കും. അങ്ങനെയാണ് നാളെ ഇപ്പോൾ ആദ്യത്തെ വളം കൊടുക്കാൻ പോകുന്നത് നാളെയാണ്. കുമ്പളങ്ങ അത് ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ ഒരെണ്ണം എടുക്കണ്ടായിരുന്നു, വേണ്ട അത് മോഷണം പോയി. ഇന്നലെ ഒരു 4 മണി നേരത്തെ ഞാൻ കണ്ടേ. അപ്പൊ അതും ഇന്നലെ രമേശ് ചേട്ടൻ ഇന്നലെ വിളിച്ചതാ, വാടാ പൊട്ടിക്കാടാ അത് പറഞ്ഞിട്ട്. എന്തായാലും ആവശ്യക്ക് വേണ്ടിട്ടല്ല, കറി വെക്കാൻ പൊട്ടിച്ചല്ല, അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ചാണ്. പാലളവൻ
ഇവിടെ ഇതിനു മുമ്പും കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊട്ടിക്കാൻ വരുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ പൊട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടേക്ക്. ആളുകൾ വിചാരിക്കണ നമ്മുടെ ഭാഗ്യന്റെ പറമ്പല്ലേ, ഒരു നല്ല വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്കിപ്പോ നാലെണ്ണം കിട്ടി. ഇതിവിടെ തന്നെ മുളച്ചതാട്ടാ, നമ്മൾ നട്ട് നനച്ച് വളം ചെയ്തിട്ടൊന്നല്ല, തന്നെ കുരുമുളച്ച് അങ്ങനെ ഉണ്ടാവണതാ. ഇനി ഉണ്ടാവുന്നുണ്ട്. ഇതേ കണ്ട പൂ ഇടുന്നുണ്ട, ഇവിടെ ഇതേ ഉണ്ടാവണം ഉണ്ടോ ഇത്. പിന്നെ ഇതേ പൂ ഇടുന്നിടത്തത് കണ്ട, ഈ പൂവിൻ്റെ അടിയിലാണ് കായ ഉണ്ടാവുക കണ്ട. അതിൽ ആൺപൂവും പെൺപൂവും ഉണ്ടാവുന്നതാണ്. ഇതേ ഇത് ആൺപൂവാണ്, ഇതുമ്മ കായ ഉണ്ടാവില്ല. ഇത് പെൺപൂവ്. ഇതേ എന്ന പോലെ ഇത് പെൺപൂവാണ്, ഇതുമ്മ അതെ കായ ഉണ്ടാവണം. ഇതുമ്മ കായ. ഇതെന്തായാലും നമുക്ക് കാണാൻ ചെയ്യാൻ മൂടിയിടാല്ലേ. വലിയ കുമ്പളങ്ങ ഭാഗ്യം കുറച്ച് എക്സ്ട്രാ ഇത് പറഞ്ഞെന്നുണ്ടെങ്കിലും കാര്യം ഇതൊക്കെ പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോ വേറൊരു അനുഭൂതിയാണല്ലേ നമ്മുടെ തോട്ടത്തിൽ നിന്നാവുമ്പോ. വെള്ളരിപ്പാടല്ല മുന്തിരിപ്പാടം. നമുക്കൊക്കെ എന്തോരം പച്ചക്കറികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളത് എന്തെങ്കിലും മറ്റുള്ളവർ പറിച്ചുകൊണ്ട് പോകുമ്പോഴേ ചെറിയൊരു സങ്കടമാണ്. അത് നമ്മളോട് ചോദിക്കാണ്ട് ചെയ്യുമ്പോ ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂലോ. ഒരെണ്ണം നന്നായിട്ട് പഴുത്തു, ഒരെണ്ണം ഇങ്ങനെ ആയി വരുന്നുള്ളൂ. നമ്മൾ പോവാട്ടാ. അങ്ങനെ നമ്മൾ നമുക്ക് കിട്ടിയ നമ്മുടെ വിളവൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാണകപ്പൊടി എടുക്കാൻ പോവാം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല പാലിളവെന്നാണ് അത്ര ഇതിനെ പറയാ. അപ്പൊ കൊള്ളാല്ലേ. നമ്മൾ മിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഒരുപാട് ആർഭാടങ്ങളൊന്നും വേണ്ട, അന്നന്നടത്തോളം കഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരില്ലേ. അങ്ങനെ അതായത് നമുക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുമില്ല, എന്നാൽ പട്ടിണി ഇല്ലാണ്ട് ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കണവർക്ക് ഭാഗ്യം എപ്പോഴും പറയാറുണ്ട്, 2 കട ചീര നട്ടാലും. അങ്ങനെയല്ലല്ലോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും സമ്പാദിക്കാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ എന്തിനാ ജീവിക്കണേന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗ്യം പറഞ്ഞുതരും എന്താ സംഭവം എന്ന്. 10 സെന്റ് സ്ഥലമുള്ള ആൾക്ക്, 10 സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആ കൃഷി കൊണ്ട് അവന്റെ ജീവിതത്തില് അന്നന്ന വീട്ടു ചെലവിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് വീട്ടു ചെലവ് ഇപ്പോൾ ഒരു മാസം ഒരു ചെറിയ കുടുംബത്തിന് ജീവിക്കാവുന്ന വരുമാനം എടുക്കാൻ ഒരു 10 സെന്റ് സ്ഥലം മതി. ഈ 10 സെന്റ് സ്ഥലത്ത് ചീര നട്ടാൽ പോലും നമുക്ക് ജീവിച്ചു പോകാം. കാരണം 10-30 ദിവസം ആകുമ്പോഴേക്കും വിളവെടുപ്പ് ആരംഭിക്കും. അത് പകുതിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാ ദിവസവും പറിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാ ദിവസവും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് ചീര കൃഷി. നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടില്ലേ നമ്മള്. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ പറഞ്ഞു വന്നപ്പോ വേറെ എന്തൊക്കെ അത് മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ ഇത് സ്വീകരിച്ചാൽ മതി. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ ആലോചിച്ച് വേണം പറയാൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ അർത്ഥങ്ങൾ വളഞ്ഞൊടിഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരും. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മാറ്റി കളഞ്ഞു കേട്ടോ. ഭാഗ്യം പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. പിന്നെ ഈ അസുഖമുള്ളവർക്കൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സമ്പാദ്യമൊന്നും എന്താ പറയുക വലിയൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയും വരാറുണ്ട്. അപ്പം നമുക്ക് ചാണകം എടുക്കാം കേട്ടോ. ചാണകം നമ്മളിവിടെ ഈ വാഴയ്ക്കിടാൻ വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ബൊഗെയിൻവില്ലേക്ക് കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും ഈ ചാണകമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വാഴകൃഷിനെ കുറിച്ച് ഇങ്ങനെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ ഇടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വ്ളോഗ് അരമണിക്കൂറിനുള്ളിൽ തീരെയില്ല. ആ കാണുന്നതാണ് അജിയേട്ടൻ. അജിയേട്ടൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പറമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അജിയേട്ടനാണ് നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന പാൽക്കാരൻ ചേട്ടൻ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അജിയേട്ടൻ. അപ്പോൾ ആ ചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പഴയ വീഡിയോകളിൽ നമ്മൾ പറയാറുള്ള പോലെ ഇന്നത്തെ അംഗം നമുക്ക് ഇവിടെ തുടങ്ങാം. അംഗം തുടങ്ങുന്നത് വീടിന്റെ ഗേറ്റ് വെക്കുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ചേച്ചിമാർ എപ്പോഴും പറയും മണ്ണിലൊക്കെ കുത്തി മറിയുമ്പോൾ പെണ്ണെ നിനക്ക് ഒരു ഗ്ലൗസ് ഒക്കെ കൈമിട്ടൂടേടി എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അബ്സ് മേടിച്ചു വന്ന ഗ്ലൗസ് ആണ് കേട്ടോ. ഗ്ലൗസ് 2 വെട്ടിപ്പിക്കും കീറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിത് വേറെ എന്തോ ആവശ്യത്തിന് ഡിസ്പോസിബിൾ ഗ്ലൗസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി അബ്സുനോട് പറയണം. അബ്സു എന്ന് പറയുന്നത് നമ്മുടെ കടയിലുള്ള റൈറ്റർ കുട്ടിയാണ് കേട്ടോ.
കേട്ടോ, അപ്സു എനിക്കിത് കീറാത്ത ഗ്ലൗസ് മേടിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പോൾ അവൻ മേടിച്ച് നമ്മുടെ കാറിൽ വെക്കും. ഭാഗ്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം മറക്കും, 100 കൂട്ടം കാര്യങ്ങളുള്ള ആളല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വേഗ റോസും അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ടല്ലോ അതൊക്കെ വെട്ടി. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ ആര്യവേപ്പിൻ്റെ ചെടി ഉണ്ടായിരുന്നു. ഭാഗ്യന് ഒരു ദിവസം അതിൻ്റെ കട വെട്ടിക്കളഞ്ഞു. ഇപ്പം അത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ അതോ പ്രകൃതിയുടെ നിയമം കൊണ്ടാണോ എന്നറിയില്ല, ആ സംഭവം കിളുത്ത് വരുന്നുണ്ട്. എനിക്ക് വീട്ടിലൊരു ആര്യവേപ്പ് ഉണ്ടാവുന്നതും വേപ്പുണ്ടാവുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ആര്യവേപ്പൊക്കെ ഇടയ്ക്ക് സമയങ്ങളിൽ മുഖത്ത് നിറച്ച് കുരുവൊക്കെ വരുന്ന സമയങ്ങളിൽ മഞ്ഞളും ഇതൊക്കെ നമ്മൾ മുഖത്ത് അരച്ചിടാറുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വിഷഹാരിയാണെന്നാണ് പറയുന്നത്. വിഷത്തെ ഹനിക്കുന്നവനാണെന്നാണ് പറയുക ഈ അരിവേപ്പ്. നമുക്ക് അലർജിയൊക്കെ വരുന്ന സമയങ്ങളിൽ നല്ല ചൂടുവെള്ളത്തിൽ അരിവേപ്പിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ച് മഞ്ഞൾ ഇട്ടിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ മാറും എന്ന് പറയാം. പക്ഷെ ഞാൻ കുറേ ഭാഗ്യന് പരീക്ഷിച്ചു, വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അത് പുറത്തുനിന്നുള്ളതായിരിക്കും ചിലപ്പോൾ കേട്ടോ, ഉള്ളിലേക്ക് അത് ചിലപ്പോൾ ഫലപ്രദമാവില്ലായിരിക്കും. ഞാൻ അരച്ച് വരെ കലക്കി കൊടുത്തു നോക്കി ഭാഗ്യന്. പിന്നെ അതൊന്നും അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറും പറഞ്ഞു തുളസി പോലും നമ്മൾ അധികം കഴിക്കുന്നത് നല്ലതല്ല അത്ര, നമ്മുടെ പ്രതിരോധ ശക്തിയെ അത് വിപരീത രീതിയിൽ ബാധിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ചെടികളൊക്കെ വൃത്തിയാക്കി എടുക്കാം. ആക്ച്വലി അവിടെ ഒരു റംബൂട്ടാൻ മരം നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അതിൻ്റെ ഇലകൾ വീണിട്ട് മിക്കതും അവിടെ എപ്പോഴും ചവറ് വീഴും. പിന്നെ ഒരു 3-4 ചൈനീസ് ഡോൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കോർണർ ഗാർഡനൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ നല്ല മെയിൻ്റെനൻസ് വേണം, എന്നാലാണ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അത് ചെടിത്തോട്ടമല്ല, വേറെ എവിടെ ആയാലും. വൃത്തിയാക്കിട്ടോ, പുല്ലൊക്കെ എടുത്ത് വൃത്തിയാക്കി ചെടിയൊക്കെ വെട്ടി നമ്മുടെ ചൈനീസ് ഡോളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇനി കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കാം. ഫൈനലി കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബൊഗൈൻ വില്ലേമ്മയ്ക്ക് ഇറങ്ങിയതാണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ മൊത്തത്തിൽ ആ സൈഡ് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കണം. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു വഴി കേട്ടോ. ഇവിടെ നമ്മൾ നിറയെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടികൾ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരവും പോക്കുള്ള കാരണം കൊണ്ട് ഇവിടുത്തെ മെറ്റലൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ചൊക്കെ എടുത്ത് നമ്മൾ മതിൽ പണിയാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മുറ്റത്തുനിന്ന് കോരിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വെയിലൊന്നൊരു വിഷയമല്ലാണ്ട് വരും. അതായത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ മാത്രം. അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ ഗാർഡനിങ് കേട്ടോ. ഒരുപാട് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ, അതൊക്കെ നമ്മൾ വലിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആ പേൾ ഗ്രാസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചതാണ്. ഈ പേൾ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ആകാശമല്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണത് കേട്ടോ. നല്ല ഭംഗിയിൽ പൂവുണ്ടാവും, പക്ഷെ ഭയങ്കര ഹൈറ്റിൽ ചെന്നിട്ടേ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അവിടെ ഒരു അധികപ്പറ്റായിട്ട് തോന്നിയ കാരണം കൊണ്ട് അവനും നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് വീണിട്ട് അവിടെയൊക്കെ വീണ്ടും മുളച്ചോളൂ കേട്ടോ. നിറയെ വിത്തുകളൊക്കെ വീണ് ഞാൻ അവിടെ പാവിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ യൂജീനിയ ചെടിയാണ്. ഇത് വെട്ടാനും ഇതുപോലെ തന്നെ ഭാഗ്യം സമ്മതിക്കണില്ല. നമ്മുടെ പറമ്പിലോട്ട് തന്നെ പുല്ല് വളാന്നല്ല പറയാ, അപ്പൊ വള അവിടെ കിടക്കട്ടെ. പുല്ല് വെച്ചാലൊക്കെ കാണാൻ നല്ല ഭംഗിയാ, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഒരു പണി. നമ്മൾ വെറുതെ വെച്ച് പോയോണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം ഇവിടെ കേട്ടാ. അത് പുല്ല് മാത്രല്ല, വീടായാലും നല്ല ഭംഗിയിൽ ഇനി കാട് നിൽക്കണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നട്ടാപ്പുറ വെയിലായപ്പോഴാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടിയത് കേട്ടോ. അവിടെ വലിയ കാര്യത്തിൽ വെയിലുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ബൊഗൈൻ വില്ലേമ്മയ്ക്ക് കടന്നിരിക്കുകയാണ്. ബൊഗൈൻ വില്ലേമ്മ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡ്രിം ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നന്നായിട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിർത്തണം. എന്നിട്ട് വേണം അതിൽ നമ്മൾ വളമിട്ട് കൊടുക്കാൻ. അപ്പം നല്ല ഇങ്ങനെ ബുഷിയായിട്ട് നമ്മുടെ ചെടി വളർന്ന് വന്ന് അതുമ്പോൾ നിറച്ച് പൂക്കളുണ്ടാവും. ഒരുപാട് ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൂക്കൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പൂക്കളില്ലാത്തൊരു ഫീൽ തോന്നും നമുക്ക് ചെടിയുമ്പോൾ. ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഒരു ചോപ്പ് തുണി ഇട്ട പോലെ വെള്ള തുണി ഇട്ട പോലെ എന്നൊക്കെയുള്ള രീതിയിലാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുക. ഇല കാണാതെ പൂക്കൾ ഉണ്ടാവും എന്നറിയില്ലേ, ആ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും ഭാഗ്യനും നാളെ സ്കൂൾ വർക്കല്ലേ, മുടി കെട്ടിയിട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ അവർ ഭാഗ്യന് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഭാഗ്യന് പൊടി ഭയങ്കര അലർജിയാണ്. അതൊരു ഭാഗ്യം അല്ലേ, ഉർവശി ശാപം ഭാഗ്യം എന്ന് പറയുന്ന പോലെ ഭാഗ്യം രക്ഷപ്പെട്ടു ഈ ഒരു പരിപാടിയിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ ഭാഗ്യനോട് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ അത് ചെയ്യും ഇത് ചെയ്യുന്നു. ഈ ബൊഗൈൻ വില്ലയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല പാടാണ്. ഇത് നിറച്ച് മുള്ളല്ലേ, ഇത് മേത്തൊക്കെ കുത്തി കയറും. എനിക്ക് ഇതുപോലെ തന്നെ ഈ മേത്തൊക്കെ മുള്ളും മണ്ണും ഒക്കെ ആയിട്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വരും. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യില്ല എന്നുള്ളത്, അത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ടെക്നിക്ക്. എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എനിക്ക് നല്ല കഷ്ടപ്പാടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടോ അത്രയും ദൂരെയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അപ്പം അത്രയും ദൂരം നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്. യുജീനിയ ഒരു സൈഡിൽ സ്ലോപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. യുജീനിയൊക്കെ ചെറിയ നമ്മുടെ 10-100 രൂപയുടെ തൈകളായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ തൈകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 14,000 രൂപ കൊടുക്കണം എന്നാണ് ഭാഗ്യം പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വളർന്ന് സെറ്റായതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മണ്ണിൽ പിന്നെ അത്യാവശ്യം ചെടികളായാലും കൃഷികളായാലും നല്ല രീതിയിൽ ഇവർ കൃഷി ചെയ്യുന്ന കാരണം കൊണ്ടും നമ്മൾ നല്ല വളങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് നല്ല രീതിയിൽ വളരും. ടച്ച് വുട്ട് ഇനിയിപ്പോൾ വളർന്നില്ലെങ്കിൽ എൻ്റെ കൃഷ്ണന്ന് ഇളവ് വന്നിട്ട് കുറേ ബൊഗൈൻ വില്ലകളുടെ കമ്പൊക്കെ പറക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇളമയ്ക്ക് നടാൻ വേണ്ടിയിട്ട്. ഇളമയ്ക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും, വേനൽക്കാലത്ത് ആകുമ്പോഴേ അവിടെയും വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇളമ വലിയ കാര്യമായിട്ടുള്ള ചെടികളൊന്നും നടില്ല, വലിയ വെള്ളം ആവശ്യമില്ലാത്ത ചെടികളെ നടുള്ളൂ. പക്ഷെ എൻ്റെ പോലെ ഈ ചെടിക്ക് ഭയങ്കര താല്പര്യമുള്ള കാരണം എന്ത് കിട്ടിയാലും എവിടെ നിന്ന് ചെറിയൊരു കമ്പായാലും കൊണ്ടുവയ്ക്കാനുള്ള ഒരു എന്താ പറയുക ത്വരയില്ലേ, അത് വരും. അപ്പം നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ചാണകം നമ്മൾ കാലത്ത് എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ കപ്പലുണ്ട് പിണ്ണാക്ക്, ഇത് എല്ലുപൊടി നമുക്ക് 3 കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ കടക്കിട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് മണ്ണിടാം. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ എല്ലൊക്കെ കിളിർത്ത് അടിപൊളിയായിട്ട് വരും. ഇത് പൊടിച്ചിട്ട് ഇടണമെന്നുണ്ട്, പക്ഷെ പൊടിക്കാൻ എനിക്ക് വയ്യാട്ടോ. അത് കുറച്ച് ദിവസം കിടന്ന് തന്നെ പൊടിഞ്ഞോളും. എന്തായാലും മണ്ണിലെല്ലാം ഇടണേ. ഓക്കെ, ഇതിൻ്റെ കട നമ്മൾ കുത്തി ഇളക്കിയുണ്ട് കേട്ടോ. ഓരോ വശത്തെ പണികൾ ഇങ്ങനെ കഴിച്ച് വരാന്ന് വെച്ചിട്ടാണ്. അപ്പം ഇവിടുത്തെ ഒരുവിധം ചെടികളൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടികളിലെ പരിപാടികളൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പെയിൻ്റ് അടിക്കണമെന്നുണ്ട്. എനിക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. 3നും ഇന്ന അളവൊന്നുമില്ല കേട്ടോ, 3ഉം ഞാൻ ഒരേപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ നിൽക്കും, 1 വർഷമൊക്കെ നിൽക്കും. എല്ലുപൊടിയല്ലേ മണ്ണിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോഴേ ഫോസ്ഫറസ് ഒക്കെ ഉണ്ടെന്ന് പറയാം, കുറേ നാളിങ്ങനെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ആദ്യത്തെ ഒരു പിടിയോളം നമ്മൾ 3ഉം കൂടി മിശ്രിതമല്ലല്ലോ അത് മിക്സ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രാണികളൊന്നും വന്ന് ചെടീനെ വേര് നശിപ്പിക്കാണ്ടിരിക്കാനാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചെടികൾക്കും ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് കേൾക്കാം. 5 മണി തൊട്ട് 7 മണി വരെ നമ്മുടെ നാട്ടിൽ, 7 മണി 6:30 വരെയാന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിൽ ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് 5 മണിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ പണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, 5 മണിയായി ബസ് വന്നു, 5 മണിയായി അലാം വന്നു. കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ഇങ്ങനെ അലാം അടിക്കുമ്പോൾ 5 എന്നൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതുപോലെയാണ് നമുക്ക് ഇവിടുത്തെ പാട്ട് എന്ന് പറയുന്നത്. ചെണ്ടുമല്ലി ഉണ്ടായി തുടങ്ങി കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് വിരിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ചെണ്ടുമല്ലി പാടം. കുറച്ച് പണി ഇനി അതിൻ്റെ ഉള്ളിലും കൂടി ഉണ്ട്. അപ്പം അത് കാരണം നേരം കേട്ടോ, ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമുള്ള കാര്യമല്ലേ. ഞാനങ്ങനെ ചേച്ചിമാർ കമൻറ്റ് ചെയ്യും, ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും, ഇനി അവരെ മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ വഴക്ക് പറയേ. അപ്പോൾ അവരെന്നോട് കമൻറ്റ് ചെയ്യാറുണ്ട്, ശ്രീക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടല്ലോ അതന്നെ വലിയൊരു കാര്യമല്ല, ഞങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്തതിൻ്റെ ഒരു സങ്കടം നന്നായിട്ടുണ്ടടാ. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഇഷ്ടമുള്ളവർക്കല്ലേ ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ പറയും ഈ പെണ്ണ് തന്നെ ഈ പാഴുവേല ചെയ്യണ, ഇതിന് നേരം വല്ല പച്ചമുളക് അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ച് കൂട്ടാൻ വെച്ചൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിന്താഗതികൾ എല്ലാവരും വേറെ വേറെയാണ്. അവരുടെ ചിന്തകളെ അവരവർ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ രമേശ് ചേട്ടൻ വന്നിട്ട് നമ്മുടെ തുളസിയുടെ താഴ്ഭാഗം ഒന്ന് വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഷർട്ട് ഇടാത്തതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും വഴക്ക് പറയും. രമേശ് ചേട്ടനല്ല കൂടെയുള്ള ചേട്ടന്മാർ, അവരെപ്പോഴും ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കുക. പക്ഷെ രമേശ് ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എന്ന് തോന്നുന്ന കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചേട്ടന്മാർ കായ വെട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ പടവലങ്ങ, കയ്പക്കായ ഇതൊക്കെ പൊട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഒരു പടല പഴം പഴുത്തുപോയി. ഒരു പടല പഴം പഴുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കിലോത്തോളം പഴം പോയി എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ചേട്ടന്മാർ പടവലങ്ങയും കയ്പക്കായൊക്കെ പൊട്ടിക്കുന്നോടത്തേക്കൊന്ന് എത്തി നോക്കിയാലോ.
ഇതിലൊരാൾ മിസ്സിങ് ഉണ്ട് അല്ലേ? ആള് കുറച്ച് പേഴ്സണൽ ആവശ്യമായിട്ട് ഇന്ന് വേറൊരു ചേട്ടനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചാലോ? ഷർട്ട് ഇടാണ്ട് നിൽക്കുന്നത് രമേശ് ചേട്ടൻ പ്രത്യേകം എടുത്ത് പറയാലോ. അപ്പൊ ചേട്ടാ എല്ലാവരും അറിയട്ടെ ഷർട്ട് ഇടാണ്ടത്. കളിയാക്കാന്ന് പറയാ ഷർട്ട് ഇടാണ്ട് നിന്നിട്ട്. പടവല്ലെങ്കിൽ പൊട്ടിക്കാൻ ചേട്ടന്മാർ വന്നപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്യാൻ വന്നതാട്ടോ. ഞാനവിടെ ചെടിപ്പണി പകുതിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും ചേട്ടന്മാർ ഇവിടെ പടവല്ലെങ്കിൽ പൊട്ടിക്കുന്നുണ്ട്, അപ്പുറത്ത് പാവയ്ക്ക പൊട്ടിക്കുന്നുണ്ട്, കായ വെട്ടുന്നുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓണത്തിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് കൊണ്ടല്ലേ ചേട്ടാ? ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പൊട്ടിക്കണേ. ഒരു വലിയ പടവലങ്ങയോടൊപ്പം ക്യാമറാമാൻ ശ്രീയോടൊപ്പം ശ്രീജ. അപ്പച്ചൻ ചേട്ടൻ്റെ ശരിക്കുള്ള പേരെന്നാ അപ്പ ചേട്ടാ? തോമസ്. എല്ലാവരും അപ്പം ചേട്ടാന്ന് വിളിക്കും, ഞാനും അപ്പം ചേട്ടാന്ന് വിളിക്കും. മുഴുവൻ നമ്മൾ പൊട്ടിക്കില്ല കേട്ടോ. ഒരു 200-250 കിലോനൊക്കെയാണ് പൊട്ടിക്കുള്ളൂ. പിന്നെ നമ്മൾ നാളത്തേക്ക് പൊട്ടിക്കും. അങ്ങനെയാണ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പൊട്ടിച്ച് പോണേ. അപ്പോൾ നമുക്കും കുറച്ച് പൊട്ടിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് തീരുമ്പോൾ 6:30 ആവും. അപ്പോഴേക്കും നമുക്ക് പരിപാടികളൊക്കെ കഴിക്കണം. നിറയെ കയ്പക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കയ്പക്കായ കുറച്ച് ദിവസമായല്ലോ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതായത് ദിവസത്തിൽ 1-2 മഴകൾ കിട്ടുന്നുണ്ട് ന്യൂനമർദ്ദത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അതായത് ഇലകൾ കുറച്ച് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ലാഭം കിട്ടിയ ഒരു കൃഷിയായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ പടവലങ്ങ പാവയ്ക്ക കൃഷി കേട്ടോ. നമ്മുടെ വണ്ടി വന്ന് കൊണ്ടുപോകും. പടവലങ്ങ നമുക്ക് ഒട്ടും അഴുക്കാവാണ്ട് കിട്ടണം. പടവലങ്ങ നല്ല എല്ലാ പച്ചക്കറികളും അവരെങ്ങനെയാട്ടാ മക്കളെ നോക്കും പോലെ നോക്കി പൊട്ടിച്ച് കൊണ്ടുവയ്ക്കുക. ഒട്ടുണ്ട അഴുക്കാവേ തുമ്പൊടിയേ ഒന്നുമില്ല. കൊലയൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കണ. പക്ഷെ മാർക്കറ്റിൽ എടുത്തൊരു എറിയില്ലേ നമ്മൾ അതുപോലെ നോക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ കായുണ്ട്, ഇവിടെ പടവലങ്ങയുണ്ട്. അരിവരാസനം കേൾക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ നിർത്തണം. കാരണം ഇപ്പോൾ കന്നിമാസമായ കാരണം കൊണ്ട് ഹരിവരാസനത്തുമ്പോഴാണ് നമ്മുടെ ഭക്തിഗാനങ്ങൾ അമ്പലത്തിൽ അവസാനിക്കാറുള്ളത്. കണ്ടോ, ഞാൻ ചെറുതായിട്ട് കാണിച്ചെന്നില്ലേ നമ്മുടെ പാടം, ചെണ്ടുമല്ലിപ്പാടം. അത് കുറച്ചും കൂടി പണിയുണ്ടെന്ന് ഏതമ്മേ. അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീഴാറായി തുടങ്ങി. പൂവിന് അത്രയും വലിപ്പമുണ്ട്. ഇത് മുഴുവൻ നമ്മൾ നമ്മുടെ ആ പേൾ ഗ്രാസിൽ നിന്ന് പറിച്ചെടുത്ത പുല്ലാണ് കേട്ടോ. എത്രമാത്രം പുല്ലുണ്ടാവുകയെന്നറിയൂ. ഇവിടെയാണെങ്കിൽ പശുവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും ഇല്ല. ചേച്ചിമാരൊക്കെ കുറച്ച് ദൂരെയാണ്. അവരൊന്നും വിളിക്കാൻ നമ്പറും ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. മുമ്പിലത്തെ പുല്ല് അച്ഛൻ വെട്ടിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാംഗ്ലൂർ ഗ്രാസ് അച്ഛൻ വെട്ടി അച്ഛൻ്റെ കൈയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും വേദന എടുത്തു. അപ്പോഴാണ് ഞാൻ ഈ ഐഡിയ കണ്ടുപിടിച്ചത് കേട്ടോ. പുല്ല് വെട്ടി ചേട്ടനെ കൊണ്ട് നമുക്ക് ഈ ബാംഗ്ലൂർ ഗ്രാസ് പുല്ല് വെട്ടാം എന്നുള്ളത്. ഒരുപാട് താത്തി വെട്ടണ്ട ചേട്ടാ, ജസ്റ്റ് ഒന്ന് ഡ്രിം ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടാ ആ രീതിയിൽ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ബാംഗ്ലൂർ ഗ്രാസ് മാത്രമല്ല, വേറൊരു തലത്തിലുള്ള പുല്ലും കൂടി ഉണ്ട്. വട്ട ഇലയായിട്ട് ചെറിയ ചെറിയ വെള്ള ലൈറ്റ് നീലൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി. എനിക്ക് ബാംഗ്ലൂർ ഗ്രാസിനേക്കാൾ ഇഷ്ടമായത് ആ പൂക്കളാണ് കേട്ടോ. ഈ ചേട്ടൻ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ പുല്ല് വെട്ടാൻ വേണ്ടി വന്നതാണ്. മനോജ് ചേട്ടൻ്റെ പറമ്പിൽ പുല്ല് വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ ഒരു മണിക്കൂറിന് ഇങ്ങോട്ട് വരുമോ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യം പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഭാഗ്യനോട് കുറേ നേരം വഴക്കിട്ടിട്ടാണ് ഭാഗ്യം സമ്മതിച്ചത് ഇവിടെ പുല്ല് വെട്ടാന്നുള്ള കാര്യമൊക്കെ. വഴക്കിന് ചേച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം. ചേച്ചിമാരെ കൊണ്ട് പുല്ല് പറപ്പിക്കാമെന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചിമാരെ അന്വേഷിക്കുമ്പോൾ ചേച്ചിമാർക്ക് ഓരോരോ വേറെ പണികൾ, അത്യാവശ്യ പണികളൊക്കെ ആയിട്ട് അവർ തിരക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഉമറം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറത്തിനേക്കാളും പൊട്ടാന്നുള്ള രീതിയിൽ കിടക്കണ കാരണം കൊണ്ട് ഞാൻ നിർബന്ധിച്ച് വെട്ടിപ്പിച്ചതാണ് കേട്ടോ. അവിടെ കുറെ അബിയൂന്റെ ഒക്കെ തൈകളും അതുപോലെ തന്നെ പപ്പ തൈകളും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നോക്കി വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഞാൻ വെട്ടിയെടുത്തോളാം, കുറച്ചൊക്കെ ഞാൻ കൈ കൊണ്ട് വെട്ടിയെടുത്തോളാം. ഒരുമാതിരി ശബ്ദമാണല്ലോ അതിൻ്റെ. പച്ചക്കറികളുമൊക്കെ പുല്ല് ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ തെറിക്കുണ്ടായിരുന്നു. അങ്ങ് ചക്രവാളങ്ങൾക്കപ്പുറം സൂര്യൻ മറയുമ്പോൾ അതേ ചേട്ടന്മാർ ഇവിടെ നമ്മുടെ പെട്ടിവണ്ടിയിൽ കായും പടവലങ്ങയും പാവയ്ക്കയും ഒക്കെ കയറ്റുന്ന തിരക്കില്ലാണ് കേട്ടോ. ഇവർ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പണികൾക്ക് കയറുക. ഈ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാറുള്ളത്. എല്ലാം തന്നെ ചേട്ടന്മാർ പൊട്ടിച്ച് അടക്കി ഒതുക്കി കൊടുത്തുവിടും. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. അവിടെയും ആ ചേട്ടൻ പുല്ല് വെട്ടി തന്നു കേട്ടോ.
നമ്മൾ പറയുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എങ്ങനെ ലെങ്ത്തിൽ വേണമെന്നുള്ള രീതിയിൽ ആൾ വെട്ടിത്തരും. അവിടെ നന്നായിട്ട് താഴ്ത്തിയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പോവാറായി കേട്ടോ. അപ്പോഴേക്കും ഒരു കായക്കൊല നന്നായിട്ട് പഴുത്തു. 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാനാണ്. നാളെ ചേട്ടന്മാർ പണിക്കില്ലേ? നട്ട് നനച്ച് വളർത്തി വെള്ളം ഒഴിച്ചുണ്ടാക്കിയ സാധനം നമ്മൾ കൊലച്ച് പഴുപ്പിച്ചിട്ട് കൊലന്ന് പഴുത്തത്. ഓവർ എക്സ്പ്രഷൻ സാറേ. കാര്യം ഞാൻ ഭാഗ്യനെ കളിയാക്കിണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ പഴുത്ത് നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറികൾ കഴിക്കാൻ പറ്റുക, അത് നമ്മുടെ കടയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുക, അത് കഴിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറഞ്ഞെന്നെ സ്വയം പുകഴ്ത്തും. എന്നെ പുകഴ്ത്താൻ ഞാനല്ലാതെ പിന്നെ ആരുണ്ട് മക്കളെ? ഞാനിപ്പോൾ ഭാഗ്യനെയാണ് പുകഴ്ത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ പോവാറായിട്ടുണ്ട്. ചേട്ടന്മാരിനി സെറ്റായി. എൻ്റെ ദൈവമേ, കണ്ണും ചെവിയും കേൾക്കാനില്ലല്ലോ എന്ന്. ആ തേങ്ങ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് അത്രയധികം പുല്ലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പുല്ലൊക്കെ വെട്ടി ചേട്ടൻ കണ്ട നന്നായിട്ട് താത്തി വെട്ടി. അവസാനം ദാ ഈ കാണുന്ന വെളിച്ചത്തിലാണ് ചേട്ടൻ പുല്ല് വെട്ടിയത് കേട്ടോ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വലിയൊരു ലൈറ്റ് ഉണ്ട്. ചെമ്പട്ടൂരി ഗൈസ്. വെള്ളപ്പെട്ട്. അയ്യോ, പെയിന്റ് അടി പരിപാടി നടന്നില്ല. പെയിന്റ് ഒന്ന് അടിച്ചു വിടണം. ഒന്ന് ഒരച്ചിട്ടൊക്കെ വേണമുണ്ടായ അച്ഛന് ഒഴിവുള്ള ദിവസം അച്ഛനോട് വരാൻ പറയാറുണ്ട്. അച്ഛനാണ് പെയിന്റ് അടിക്കാൻ ഇഷ്ടമുള്ള ആള്. വൈകുന്നേരം സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടേ. AR. ഞാനൊന്ന് നന്നായി വിസ്തരിച്ച് കുളിക്കട്ടെ. എന്റെ കയ്യൊക്കെ നോക്കിയേ. അയ്യോ, ഒരു പണിയും ചെയ്യാത്ത ആളുടെ കൈ. ഒരു പണിയും 35 കൊല കായ മുറിച്ചു. പണിക്കാരുണ്ടായിരുന്നു. പിന്നെ കായ മുറിക്കാരും ഉണ്ടായില്ലേ, ഞാൻ പിന്നെ മുറിച്ചു. പടവലങ്ങ പാവയ്ക്ക് പണിക്കാരും ഒരൊറ്റ തള്ള. പിന്നെ അതിനെ ഈ വീട്ടിൽ ചെയ്യുന്ന പണി മാത്രമേ കാണില്ലോ, പറമ്പിലത്തെ പണികളൊന്നും കാണില്ല. അപ്പൊ ഞാൻ ഒന്നും ചെയ്യാത്ത ആളെന്ന് പറയാ. അത് വെട്ടിക്കാനാണ് ഞാൻ. സൂപ്പറാണ് ശ്രീകുട്ടാ. എനിക്കൊരു എനിക്ക് ഇഷ്ടമാണ് മുടി ഇങ്ങനെ വളർത്തി. ടീച്ചർ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടം വന്ന് പറയാം. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കുളിച്ചിട്ട് വരാം. ഇവരാരും കുളിക്കണ്ടോ അറിയില്ല. ഞാൻ കുളിച്ചിട്ട് വരാം. പുല്ല് വെട്ടണ ചേട്ടൻ അവിടെ നിന്ന് പുല്ല് വെട്ടണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ശ്രീകുട്ടൻ്റെ മുടി നമ്മളമ്മമാർ ചിലപ്പോൾ ടിപ്പിക്കലായിട്ടൊരു തള്ള വൈബിലേക്ക് പോകാറുണ്ടല്ലേ. ഈ മുടി ഇരുന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് കേൾക്കുന്ന സ്കൂളിൽ നിന്ന്. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ബാക്കി പുല്ലും കൂടി വെട്ടി നമുക്ക് കുളിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ആകെ ഉണങ്ങാണ്ടിരിക്കുക. പിന്നെ മുടി കെട്ടി വെച്ചിട്ടില്ല. ശ്രീകുട്ടനും ഭാഗ്യനും വീട് അടയ്ക്കുന്ന തിരക്കിലാണ്. ഇന്ന് അവരാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. ഞാൻ ആദ്യം ഇറങ്ങി. കുറേ നേരമായി ഡ്രസ്സ് ചെയ്തിട്ട് രണ്ടാളെന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. എനിക്ക് ചെറുതായിട്ട് വിശക്കുണ്ടോ എന്നൊരു സംശയം ഭാഗ്യ. എനിക്ക് കൈയും കാലമൊക്കെ കഴക്കുക. കുറെ നാളായില്ലേ മേലെ നിന്നിട്ട്. അപ്പൊ ശ്രീകുട്ടൻ വാതിലടക്കണില്ലേ. പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് ഒരു വൈബാണ് കേട്ടോ. അപ്പൊ എന്നുമില്ല, അത് മാസത്തിലൊക്കെ ഒരു വട്ടമൊക്കെയാ സംഭവിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് എന്തോ ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ അവിടെ എഴുതി കാണിച്ചില്ലടാ. അവിടെ കയറി ഞാനത് മറന്നുപോയി. ഒരു ബേസ്മെന്റിലാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ആൽഫ്രെഡോ പാസ്ത കഴിച്ചു. നല്ലൊരു ചൂടല്ലേ. വായിൽ തീക്കട്ടിയിട്ട അവസ്ഥയെന്ന ശ്രീകുട്ടൻ പറഞ്ഞ പാസ്ത ഇട്ടപ്പോൾ. പിന്നെ നമ്മൾ ചിക്കൻ ദോശ, അൽഫാം ഒഴിച്ചു. അൽഫാമിൻ്റെ ഉള്ളിലത്തെ ലെറ്റ്യൂസ് സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണ് ഈ പാസ്തയുടെയൊക്കെ ആൾ കേട്ടോ. എനിക്ക് ഈ വക വെറൈറ്റി ടേസ്റ്റുകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നാൽ പക്ക നാടൻ ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഭാഗ്യൻ. അങ്ങനെ ദോശ കഴിക്കണമെന്ന് പോയതാണ് അങ്ങോട്ട് കേട്ടോ. ചിക്കൻ ദോശ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ എൻ്റെയും ഭാഗ്യൻ്റെയും മറ്റേ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ശ്രീകുട്ടൻ, അവനിതൊക്കെ സങ്കരമായിട്ട് അങ്ങോട്ട് പൂക്കോളും. അങ്ങനെ അവിടെ നിന്ന് ഒരു 1000 രൂപ പിടിച്ച് നമ്മൾ ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്ത് രാഗത്തിലെത്തി. രാഗം തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണല്ലോ. ഞാനൊരു ശ്രീകുട്ടൻ്റെ പ്രായമുള്ളപ്പോഴെങ്ങാണ്ട് പോയതാണ് കേട്ടോ സിനിമ കാണാൻ. ഈ 3D സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ആദ്യം നമ്മൾ സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ എന്താ കണ്ണാടി വെച്ചപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ അജയൻ്റെ 2ാം മോഷണം കണ്ടിട്ട് നമുക്ക് വരാം. അജയൻ്റെ 2ാം മോഷണം കണ്ടു വന്നു ഗൈസ്. ഏട്ടൻ്റെ ഏത് സിനിമ ഏറ്റവും ഇഷ്ടമായി? ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കിഷ്കിന്ധകാന്ഡം കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമയാണ്. ഈ സിനിമ 2 സിനിമയും നല്ല സിനിമയാണ്. 2 തരത്തിലാണ് മാത്രം ഇഷ്ടപ്പെട്ടത്. എനിക്ക് പക്ഷെ 3D സിനിമകള് അത്രയ്ക്ക് വലിയ എനിക്കെന്തോ എനിക്ക് അച്ഛൻ്റെ തന്നെ പക്ഷെ ഇത് 3D അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ലോണം പോയാണ്. എനിക്ക് 3D കണ്ണട വെക്കുമ്പോഴേ
ഒരു എന്താ മനസ്സിന്റെ ആണെന്നൊരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുക ഈ സാധനം കണ്ണിലിരിക്കുമ്പോ. പിന്നെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടല്ലേ നമ്മള് കാണുക. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ മോനെ ഗ്ലാസ് വെച്ച് ശീലമില്ലാത്തൊരു ഗ്ലാസ് വെക്കുന്നത്. അത് മാത്രല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലറായിട്ട് കാണാം ഭയങ്കരമായിട്ട്. അതങ്ങനെ നല്ല ഭംഗിയിൽ അങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്ത് കാണാമായിരുന്നു. കാണുന്നത് അത് വേറെ സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യണതാണ്. അതെ, പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് താല്പര്യമില്ല. എനിക്ക് എല്ലാം അങ്ങോട്ട് വിഷ്വലി അങ്ങോട്ട് ആസ്വദിച്ച് കാണണം സിനിമ കഥയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആ 3Dയുടെ കാര്യം മാത്രമാണ് കുറച്ച് അങ്ങോട്ട് കുഴപ്പം. ഇന്നലെ പക്ഷെ 2 നല്ല കഥകള് കിഷ്കിന്ദ കണ്ടോളൂട്ടാ, നല്ല സിനിമ. അപ്പൊ നമ്മള് നമ്മുടെ വീടെത്താറല്ല കുട്ടനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്താറായി നമ്മള്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഭാഗ്യ അല്ല ബായ്. അപ്പൊ ടാറ്റ, നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.